കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1. കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക. ആരാണ് ഈ കഥാപാത്രം? കഥയിൽ അവരുടെ പേരെന്താണ്? പ്രായം, ജോലി, സാമൂഹിക പശ്ചാത്തലം എന്നിവയെല്ലാം ആദ്യ ഭാഗത്ത് എഴുതാം. ഉദാഹരണത്തിന്, മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥയിലെ അമ്മ എന്ന കഥാപാത്രം വളരെ സ്നേഹനിധിയും ലളിത ജീവിതം നയിക്കുന്നവളുമാണ് എന്ന് തുടങ്ങാം. 2. സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്യുക. കഥാപാത്രത്തിൻ്റെ സ്വഭാവം വിശദീകരിക്കുക. അവർ എങ്ങനെയാണ് പെരുമാറുന്നത്? അവരുടെ നല്ലതും മോശവുമായ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്? കഥയിലെ അവരുടെ സംഭാഷണങ്ങൾ, പ്രവർത്തികൾ, ചിന്തകൾ എന്നിവയെല്ലാം ഇതിനായി ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, അവർ വളരെ ക്ഷമയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ ധൈര്യശാലിയാണ് എന്ന രീതിയിൽ എഴുതാം. 3. കഥാപാത്രത്തിൻ്റെ രൂപം. കഥയിൽ കഥാപാത്രത്തിൻ്റെ രൂപത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. അവരുടെ വസ്ത്രധാരണം, ശരീരഭാഷ എന്നിവയൊക്കെ അവരുടെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും വിശകലനം ചെയ്യാം. 4. കഥാപാത്രത്തിൻ്റെ ലക്ഷ്യവും മാറ്റങ്ങളും. കഥയിൽ ഈ കഥാപാത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? കഥ പുരോഗമിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അവർ കഥയുടെ അവസാനം എങ്ങനെയായിരിക്കും? ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സഹായിക്കും. 5. മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ബന്ധം. ഈ കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അവരുടെ ബന്ധങ്ങൾ കഥയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? ഉദാഹരണത്തിന്, അവർ മകനോട് വളരെ അടുപ്പമുള്ള അമ്മയാണ്. മകനോടുള്ള അവരുടെ സ്നേഹം കഥയിലെ പ്രധാന വിഷയമാണ് എന്നെഴുതാം. മാതൃകാപരമായ ഒരു കഥാപാത്ര നിരൂപണത്തിൻ്റെ ഘടന. ആമുഖം. കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക. കഥയുടെ പേര്, എഴുത്തുകാരൻ എന്നിവ ചേർക്കുക. പ്രധാന ഭാഗം. കഥാപാത്രത്തിൻ്റെ സ്വഭാവം, രൂപം, ലക്ഷ്യങ്ങൾ, മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ബന്ധം എന്നിവ വിശദീകരിക്കുക. ഉപസംഹാരം. കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം, അവർ കഥയ്ക്ക് നൽകുന്ന സംഭാവനകൾ എന്നിവ സംക്ഷിപ്തമായി രേഖപ്പെടുത്തുക. ഒരു കഥാപാത്ര നിരൂപണത്തെ നമുക്ക് 3 പാരഗ്രാഫാക്കി എഴുതാം. ആദ്യത്തെ പാരഗ്രാഫിൽ ആമുഖം, രണ്ടാമത്തെ പാരഗ്രാഫിൽ പ്രധാന ഭാഗം, മൂന്നാമത്തേതിൽ ഉപസംഹാരം എന്ന രീതിയിൽ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൃത്യവും വ്യക്തവുമായ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ സാധിക്കും.